Hi dear students, welcome back to Indian Financial System. ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസുകളെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? ട്രഷറി ബില്ല് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ കോൾ ഓർ നോട്ടീസ് മണി, അതുപോലെ നമ്മൾ കൊമേഴ്ഷ്യൽ ബില്ല്, അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇത്രയും 4 കാര്യങ്ങളാണ്, 4 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 5ാമത്തെ ഇൻസ്ട്രുമെൻ്റ് ആണ്, ദാറ്റ് ഈസ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് വലിയ കോർപ്പറേറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് അവരുടെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് അവരെ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. സോ ഇത് ഇഷ്യൂ ചെയ്യുന്നത് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ആണ്, വലിയ കമ്പനികളാണ്. അത് ഹൈ നെറ്റ്വർത്ത് ഉള്ള, അതുപോലെ തന്നെ മാർക്കറ്റിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനുള്ള, നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ ഉള്ള വലിയ കമ്പനീസ്. അത്തരത്തിലുള്ള കമ്പനീസിന് ഷോർട്ട് ടേം പീരീഡിലേക്ക് ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് പബ്ലിക്കിൽ നിന്നും അതുപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള ആളുകളിൽ നിന്നുമൊക്കെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് CP. കൊമേഴ്ഷ്യൽ പേപ്പറിന് ഷോർട്ട് ഫോം ആയിട്ട് CP എന്ന് പറയും. ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ടു റേസ് ഫണ്ട് ജനറലി ഫോർ എ ടൈം പീരീഡ് അപ് ടു 1 year. അല്ലേ, നമുക്കറിയാം 1 yearലേക്ക്, കാരണം മണി മാർക്കറ്റാണ്. മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം 1 yearലേക്കാണ് വരുന്നത്. Then it is an unsecured money market instrument issued in the form of a promissory note and was introduced in India for the first time in 1990. 1990-കളിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇത് ഇഷ്യൂ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ ഓർഗനൈസേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു പ്രോമിസറി നോട്ട് ഫോർമാറ്റിലാണ്. അത് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ പ്രോമിസ് നൽകുന്ന ഒരു ഡോക്യുമെൻ്റ് എന്നുള്ള നിലയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇഷ്യൂ ചെയ്യുന്നത്. Then it is an unsecured money market instrument. Unsecured money market instrument ആണ്. That means നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി ഇൻ കേസ് ആ കമ്പനി എന്തെങ്കിലും സാഹചര്യവശാൽ അത് പൂട്ടിപ്പോവുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഇൻവെസ്റ്റർക്ക് ഇക്വിറ്റി ഷെയർസിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ക്രെഡിറ്റേഴ്സിൻ്റെയും മറ്റുള്ള ആളുകളുടെ എല്ലാം കടങ്ങളെല്ലാം തീർത്തതിന് ശേഷമാണ് കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ ഓണർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യുന്നത്, ആ എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു അൺസെക്യൂർഡ് ആയിട്ടുള്ളൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ദെൻ CP ഈസ് ആൻ അൺസെക്യൂർഡ് പ്രൊമിസറി നോട്ട് പ്രൈവറ്റ്ലി പ്ലേസ്ഡ് വിത്ത് ഇൻവെസ്റ്റേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് റേറ്റ് ടു ഫേസ് വാല്യൂ ഡിറ്റർമൈൻഡ് ബൈ ദി മാർക്കറ്റ് ഫോഴ്സസ്. അതായത് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിലേക്ക്. ദെൻ എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് അതിൽ മാർക്കറ്റ് ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് വാല്യൂ നമുക്ക് റീപേ ആയിട്ട് കിട്ടുകയും ചെയ്യും. സോ CP ഈസ് ഫ്രീലി നെഗോഷ്യബിൾ ബൈ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി. അതുപോലെ തന്നെ CP എന്താണ്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്, നമുക്ക് മറ്റുള്ളവരിലേക്ക് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. സോ കൺക്ലൂഡ് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓർഗനൈസേഷൻസ്, ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ ഉള്ള വലിയ ഓർഗനൈസേഷൻസ് അവരുടെ ഫണ്ടിന്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് അവർ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ദെൻ എത്തരത്തിലുള്ള കമ്പനീസ് ആണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള കമ്പനീസാണ് ഇതിന് എലിജിബിലിറ്റി ഉള്ളതെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എ കമ്പനി ഷാൾ ബി എലിജിബിൾ ടു ഇഷ്യൂ CP പ്രൊവൈഡഡ് ദി ടാഞ്ചിബിൾ നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി ആസ് പെർ ദ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് നോട്ട് ലെസ് ദാൻ 4 crore. ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്, ലാസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രകാരം, അതായത് അവസാനത്തെ ബാലൻസ് ഷീറ്റ് പ്രകാരം 4 കോടിയിൽ കുറയാത്ത ഒരു എമൗണ്ട് നെറ്റ്വർത്ത് ആയിട്ടുള്ള കമ്പനീസിനാണ് ഈ ഒരു ഇത്തരത്തിൽ CP ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, മീൻസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് എലിജിബിലിറ്റി ഉള്ളത്. അപ്പോൾ 4 കോടി നെറ്റ്വർത്ത് ആസ്തിയുള്ള കമ്പനികൾക്കാണ് എന്ത് ചെയ്യാൻ കഴിയുക, ഇവിടെ CP ഇഷ്യൂ ചെയ്യാൻ കഴിയുക. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ.
വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ആയിരിക്കണം എന്നുള്ളതാണ്. ദ ലിമിറ്റ് ഓഫ് ദി കമ്പനി ഫ്രം ദി ബാങ്കിങ് സിസ്റ്റം ഈസ് നോട്ട് ലെസ് ദാൻ 4 crore. 4 കോടിയിൽ കുറയാത്ത വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ടായിരിക്കണം. അപ്പം 4 കോടിയിൽ കുറയാത്ത നെറ്റ്വർത്തും 4 കോടിയിൽ കുറയാത്ത ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലും ഉള്ള കമ്പനികൾക്കാണ് ഇത് ഇഷ്യൂ ചെയ്യാൻ കഴിയുക. Then the borrower account of the company is classified as a standard asset by the financing banks. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ബോറോവർ അക്കൗണ്ട്, കമ്പനിയുടെ ബോറോവർ അക്കൗണ്ട് എന്തായിരിക്കണം, സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് ഫിനാൻസിങ് ബാങ്കുകൾ അത് ക്ലാസിഫൈ ചെയ്തിരിക്കും, അതായത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റുകളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറികളായിട്ട് അവർ തിരിക്കാറുണ്ട്. അതായത് പിന്നെ ഡൗട്ട്സ്ഫുൾ അസറ്റ്സുകൾ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് അസറ്റുകൾ, സബ് സ്റ്റാൻഡേർഡ് അസറ്റുകൾ, അതുപോലെ NPA ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നോൺ പെർഫോമിംഗ് അസറ്റുകൾ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവർ തരംതിരിക്കാറുണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് അസറ്റുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ ബോറോവർ അക്കൗണ്ടുകളെ അവർ അത്തരത്തിൽ തരംതിരിക്കുന്ന കമ്പനീസിനെയാണ് ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു CP ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്, അല്ലെങ്കിൽ എലിജിബിലിറ്റി ഉള്ളത്. Then fourth one, the minimum maturity period of CP is 7 days. 7 days ആണ് അതിൻ്റെ പീരിയഡ് വരുന്നത്. Then a maximum 1 year. The minimum credit rating shall be P2 of CRISIL or such equivalent rating by other agencies. നമുക്കറിയാം ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് CRISIL എന്ന് പറയുന്നത്. CRISILന്റെ റേറ്റിംഗ് പ്രകാരം P2 കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ P2 ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസിന് മാത്രമാണ് ഇവിടെ CP ഇഷ്യൂ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. അപ്പോൾ ക്രിസിലോ അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റു റേറ്റിംഗ് ഏജൻസീസോ P2 കാറ്റഗറിയിൽ വരുന്ന കമ്പനീസ്, അവർ റേറ്റ് ചെയ്ത പ്രകാരം P2 കാറ്റഗറിയിൽ വരുന്ന കമ്പനീസിന് മാത്രമാണ് CP ഇഷ്യൂ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. Then fifth one, CP can be issued in multiples of 5 lakhs subject to the minimum issue size of rupees 50 lakh. മിനിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 50 lakh ആണ്. ദെൻ 50 lakh കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്പിൾസ് ഓഫ് 5 lakh. 5 lakhന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ഒന്ന്, നെറ്റ് വർത്ത് എന്തായിരിക്കണം, മിനിമം ഓഫ് ലെസ് ദാൻ 4 crore ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ ലെസ് ദാൻ 4 crore. ആൻഡ് ദെൻ തേർഡ് വൺ പറഞ്ഞത് ബോറോവർ അക്കൗണ്ട് എന്തായിരിക്കണം, സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് ഫിനാൻസ് ബാങ്കുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കണം. ദെൻ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് 7 days to 364 days ആണ്, ദാറ്റ് ഈസ് 1 year. ആൻഡ് മിനിമം ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള, അതായത് ക്രെഡിറ്റ് റേറ്റിംഗിൽ നല്ല പോയിന്റ് ഉള്ള ഓർഗനൈസേഷൻസിന് മാത്രമാണ് CP ഇഷ്യൂ ചെയ്യാൻ കഴിയുന്നത്. ദെൻ മിനിമം 50 lakh ആണ് CP ഇഷ്യൂ ചെയ്യുന്നത്, 5 lakhsന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് CP. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഇറ്റ് കംപ്രൈസസ് യൂസൻസ് പ്രോമിസറി നോട്ട് വിത്ത് എ ഫിക്സഡ് മെച്യൂരിറ്റി. എന്താണ് യൂസൻസ് പ്രോമിസറി നോട്ട്? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്ത് എ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, 7 days അല്ലെങ്കിൽ 90 days ഇത്തരത്തിലുള്ള ഒരു ഫിക്സഡ് മെച്യൂരിറ്റി ഉണ്ട്. ആ മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്ന സമയത്താണ് അതിൻ്റെ എമൗണ്ട്, അതിൻ്റെ റീപേയ്മെൻറ്റ് നടക്കുന്നത്. Okay, it is a certificate issued as an unsecured corporate debt of a short term maturity. Short term periodലേക്ക് ഒരു unsecured corporate debt ആയിട്ടാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് unsecured എന്നുള്ളത്. ഓക്കെ, then it is issued at a discount to face value. ഡിസ്കൗണ്ട് എമൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് നമ്മളൊരു 50 lakhന്റെ ഒരു CP പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 49 lakh സംതിങ് ആണ് എന്ത് ചെയ്യുക, അതിൻ്റെ അത് 50നേക്കാൾ കുറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് വാല്യൂലായിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രോമിസ്. ദാറ്റ്സ് വൈ എന്ത് ചെയ്യുന്നു നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോ അസറ്റ്സ് ആർ പ്ലെഡ്ജ്ഡ് ഫോർ ദിസ് പർപ്പസ്. അതായത് ഇവിടെ അസറ്റ്സുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്ലെഡ്ജ് ചെയ്യുന്നില്ല, അതായത് ലിങ്ക് ചെയ്യുന്നില്ല. നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് അതിലെ അസറ്റുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അൺസെക്യൂർഡ് ആണ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് CPയുടെ ടൈപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് പേപ്പർ. ഡയറക്റ്റ് പേപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഇൻ്റർമീഡിയറീസും ഇല്ലാതെ, വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറി, ഒരു ഇൻ്റർമീഡിയറിയും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കമ്പനിയും ഇൻവെസ്റ്ററും തമ്മിലുള്ള ഒരു ഡീലിങ്സ് വരുന്നതിനെയാണ് ഡയറക്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഡയറക്ട്ലി ബൈ ദി കമ്പനി ടു ദ ഇൻവെസ്റ്റേഴ്സ് വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറി. കമ്പനീസ് ഇഷ്യൂയിങ് ഡയറക്റ്റ് പേപ്പേഴ്സ് അനൗൺസ് ദ കറന്റ് റേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ വിത്ത് ഡിഫറെൻറ്റ് മെച്യൂരിറ്റീസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ടു ചൂസ് ദ CP that suits their requirement.
അനൗൺസ്മെൻറ്റ്, അതായത് കമ്പനീസ് എന്ത് ചെയ്യുന്നു, അവർ CP ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർ അനൗൺസ് ചെയ്യും, കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്ന് അവർ അറിയിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള മെച്യൂരിറ്റിയിലേക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എമൗണ്ടിലേക്കും ഒക്കെ വരുന്ന രീതിയിലുള്ള അവരുടെ അനൗൺസ്മെൻറ്റ് വരും. ആ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, ആഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർ ഇൻവെസ്റ്റേഴ്സിന് ചൂസ് ചെയ്യാവുന്നതാണ്. അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാൻ അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഡയറക്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. അതായത് ഇന്റർമീഡിയറ്റ് ഒന്നും ഇല്ലാതെ കമ്പനിയും ഇൻവെസ്റ്ററും ഡയറക്റ്റ് ആയിട്ടുള്ള ഡീലിങ്സ് ആണ് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ഡീലർ പേപ്പർ ആണ്. ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു ഡീലർ ഉണ്ടായിരിക്കും, അല്ലെ ഒരു ബ്രോക്കർ ഉണ്ടായിരിക്കും, ഒരു മെർച്ചന്റ് ബാങ്കർ ഉണ്ടായിരിക്കും. ഈ രീതിയിലുള്ള ഒരു ഡീലർ ഇതിനിടയിൽ വരുന്നുണ്ടായിരിക്കും. എ ഡീലർ ഓർ മെർച്ചന്റ് ബാങ്കർ ഓൺ ബിഹാഫ് ഓഫ് എ ക്ലയന്റ് ഇഷ്യൂസ് ദീസ് ടൈപ്പ് ഓഫ് CP. അത് ക്ലയന്റിന് വേണ്ടിയിട്ട് ബാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ബാങ്കർ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത്തരത്തിലുള്ള CP ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ദ ഡീലർ അറേഞ്ചസ് ഫോർ ദ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ദ പേപ്പർ ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് അഡ്വൈസറി സർവീസസ് സച്ച് ആസ് ടൈമിംഗ് ഓഫ് ദ ഇഷ്യൂ, ഡിറ്റർമിനേഷൻ ഓഫ് ദ ഡിസ്കൗണ്ട് റേറ്റ് ആൻഡ് സൂട്ടബിൾ മെച്യൂരിറ്റി പീരിയഡ്. അതുകൊണ്ട് തന്നെ ഡീലർ വരുന്നതുകൊണ്ട് തന്നെ ഡീലർ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം നടത്തും. അതായത് പ്ലേസ്മെന്റും അതിന്റെ പേപ്പറിന്റെ പ്ലേസ്മെന്റും അതുപോലെ തന്നെ അഡ്വൈസറി സർവീസുകളൊക്കെ നൽകും. എപ്പോഴാണ് ഇത് ഇഷ്യൂ ചെയ്യേണ്ടത്, അതിന്റെ ഡിസ്കൗണ്ട് റേറ്റ് എങ്ങനെയായിരിക്കണം, മെച്യൂരിറ്റി പീരിയഡ് സൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള അഡ്വൈസുകളൊക്കെ ആ ഡീലർ നൽകിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് പറഞ്ഞു. ഒന്ന് ഡയറക്റ്റ് പേപ്പറാണ്, ഇവിടെ ഇന്റർമീഡിയറി ഇല്ല, ഡയറക്റ്റ് ആയിട്ട് കമ്പനിയും പിന്നെ ഇൻവെസ്റ്ററും തമ്മിലുള്ള ഡീലിങ്സ് ആണ് വരുന്നത്. ഡീലർ പേപ്പർ എന്ന് പറഞ്ഞാൽ അവിടെ ഡീലർ മീൻസ് എന്ത് ചെയ്യുന്നത്, മെർച്ചന്റ് ബാങ്കർ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ന്യൂ ഫോംസ് ഓഫ് CPയുടെ പുതിയ ഫോമുകളാണ് പറയുന്നത്, പുതിയ രീതികളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ മാസ്റ്റർ നോട്ടാണ്. മാസ്റ്റർ നോട്ട് എന്തെന്നുള്ളത് നോക്കാം. ദിസ് ഈസ് എ ന്യൂ ഫിനാൻഷ്യൽ പേപ്പർ ജനറലി ഇഷ്യൂഡ് ബൈ ഫിനാൻസ് കമ്പനീസ് ടു ബാങ്ക് ട്രസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് അതർ പെർമനന്റ് മണി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഫിനാൻസ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് മാസ്റ്റർ നോട്ട് എന്ന് പറയുന്നത്. ഫോർ വും, ആരിലേക്കാണ്, ടു ബാങ്ക് ട്രസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് അതർ പെർമനന്റ് മണി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ്. മണി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന്, പെർമനന്റ് ആയിട്ട് മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫിനാൻസിങ് കമ്പനീസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനോ അതുപോലെ തന്നെ ബാങ്ക് ട്രസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ോ വേണ്ടിയിട്ട് ഫിനാൻസ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് മാസ്റ്റർ നോട്ട് എന്ന് പറയുന്നത്. The investing firm in an agreement notifies the issuing company the amount of paper that it wishes to purchase on a particular day. The issuing company then issues a paper on the agreed amount. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിംഗ് ഫേം ഒരു എഗ്രിമെന്റിലേക്ക് എത്തുകയാണ്, ഇഷ്യൂയിങ് കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തുന്നു. അതിനുശേഷം അതായത് എഗ്രിമെന്റിലേക്ക് എന്ത് ചെയ്യണം, എത്തുന്ന കാര്യങ്ങൾ പറയുന്നത് എമൗണ്ട് ഓഫ് പേപ്പർ, എത്രയാണ് എമൗണ്ട് അല്ലെങ്കിൽ അതിന് വരുന്ന റേറ്റ് എത്രയാണ്, എപ്പോഴാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു എഗ്രിമെന്റിലേക്ക് എത്തും. ആ എഗ്രിമെന്റിൽ എത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, കമ്പനി ഇത്തരത്തിലുള്ള ഒരു പേപ്പർ ഇഷ്യൂ ചെയ്യുന്നു ആ അഗ്രീഡ് എമൗണ്ടിൽ. അതിനെയാണ് മാസ്റ്റർ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മാസ്റ്റർ നോട്ട് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് കമ്പനീസ് ബാങ്ക് ട്രസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ അല്ലെങ്കിൽ പെർമനന്റ് മണി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനോ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന നോട്ടുകളാണ്, മീൻസ് ഇഷ്യൂ ചെയ്യുന്ന ഫിനാൻഷ്യൽ പേപ്പേഴ്സിനെയാണ് കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ ഒരു മാസ്റ്റർ നോട്ട് എന്നുള്ള ഈ ഒരു ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതെന്ത് ചെയ്യുന്നു, നമ്മൾ മുൻകൂട്ടി ഇത്തരത്തിൽ 2 പാർട്ടീസും ഒരു എഗ്രിമെന്റിലേക്ക് എത്തും. എത്ര എമൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, എത്ര എമൗണ്ടിലാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ഏത് ഡേറ്റിലാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ഒരു എഗ്രിമെന്റിലേക്ക് എത്തും. എഗ്രിമെന്റിലേക്ക് എത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇഷ്യൂയിങ് നടക്കുന്നത്. ഓക്കെ, then second one medium term notes are. These are unsecured obligations with a maturity period of 9 to 10 months. 9 മാസം മുതൽ 10 മാസം വരെയുള്ള ആ ഒരു പീരീഡിലേക്ക് വരുന്ന ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പിന്നെ പ്രോമിസ് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മീഡിയം ടേം നോട്ട്സ് എന്നുള്ള ഈ ഒരു ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് കോർപ്പറേഷൻ ജനറലി ഇഷ്യൂസ് ദീസ് നോട്ട്സ് അറ്റ് എ പെർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു പെർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ടേംസ് നോട്ട്സുകൾ, മീഡിയം ടേം നോട്ട്സുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 9 to 10 മന്ത്സിലേക്ക് ഒരു മെച്യൂരിറ്റി പീരീഡിലേക്ക് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പിന്നെ പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് മീഡിയം ടേം നോട്ട്സ് എന്ന് പറയുന്നത്. Then asset backed CP. These papers offer credit at a lower interest rate to corporates. It is a combination of loans or credit receivables into packages. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ പേപ്പർ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഒരു ക്രെഡിറ്റ്, ഒരു ലോണ് പോലെ അല്ലെ, അത് അത്തരത്തിലുള്ള ഒരു കാര്യം നൽകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള എമൗണ്ട് ഒരു ബോറോയിങ്ങും ഇൻവെസ്റ്റിങ്ങും നടക്കുന്ന ഒന്നാണ് അസറ്റ് ബാക്ക്ഡ് CP എന്ന് പറയുന്നത്. കോർപ്പറേറ്റുകൾക്ക് മിനിമം ഇൻട്രസ്റ്റ് റേറ്റിൽ, ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ നൽകുന്ന ഓഫറുകളാണ് അസറ്റ് ബാക്ക്ഡ് CP എന്നുള്ള ഈ ഒരു ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് ഫോംസ് ഓഫ് CP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ന്യൂ ഫോംസ്. മാസ്റ്റർ നോട്ട് പറഞ്ഞു. മാസ്റ്റർ നോട്ട് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് കമ്പനീസ്
ബാങ്ക് ട്രസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതുപോലെ തന്നെ പെർമനൻറ്റ് മണി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനും വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് മാസ്റ്റർ നോട്ട് എന്ന് പറയുന്നത്. ഇവിടെ മുൻകൂട്ടി നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ടാവും, അതിനുശേഷമാണ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ മീഡിയം ടേം നോട്ട്സ് എന്ന് പറഞ്ഞാൽ 9 to 10 മന്ത്സിലേക്ക് മെച്യൂരിറ്റി പീരീഡിലേക്ക് വരുന്ന ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ് മീഡിയം ടേം നോട്ട്സ് എന്ന് പറയുന്നത്. ദെൻ അസറ്റ് ബാക്ക്ഡ് CP എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ഇൻട്രസ്റ്റ് റേറ്റിൽ കോർപ്പറേറ്റുകൾക്ക് ഒരു ലോൺ രീതിയിൽ നൽകുന്ന ഒരു പ്രോമിസാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഓഫറാണ് അസറ്റ് ബാക്ക്ഡ് CP എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത CP ആണ്, ദാറ്റ് ഈസ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ? വൺസ് അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനീസ്, വലിയ നെറ്റ്വർത്ത് ഉള്ള അതുപോലെ തന്നെ വലിയ ഫോമിലുള്ള കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസ്ക് വരുന്ന സമയത്ത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഷോർട്ടേജ് വരുന്ന സമയത്ത് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ടൈമിലേക്ക്, അതായത് ലെസ് ദാൻ 1 ഇയറിലേക്ക് ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു പേപ്പറാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പറുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ. സോ എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞു, അതിൻ്റെ എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു, ടൈപ്സ് പറഞ്ഞു, ദെൻ ന്യൂ ഫോംസ് പറഞ്ഞു. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബാക്കി വരുന്ന ഇൻസ്ട്രുമെൻസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, സോ താങ്ക് യു.